റൈറ്റ് മാനിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. ഞാൻ നൗഫൽ പെരുമ്പാവൂർ. ഇന്നിപ്പോൾ ഞാൻ ഇക്ബാല് നമ്മുടെ ബഷീർ ഖാനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ കാസ്റ്റിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. രാവിലെ തന്നെ അറിയിക്കാണ്. അതിരാവിലെ തന്നെ പെരിയാറിന് നടുവിലൂടെ വിരിമാറിലൂടെ ഇങ്ങനെ മന്ദം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ബോട്ട് വള്ളത്തിൽ. അപ്പോൾ നമുക്ക് കാണാം വെള്ളം കിട്ടുമെന്നറിയാം. അപ്പോൾ നമ്മൾ കാസ്റ്റിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരാളെ പിക്ക് ചെയ്യുന്ന സുഹൃത്തല്ലേ മാറമ്പള്ളിയിൽ ബഷീർ ഖാൻ എത്തിയാണ് കേട്ടോ. പുള്ളിനെ കൊണ്ട് പിടിക്കില്ല. ഫിഷിംഗ് പോയിന്റ് ബഷീർ ഖാൻ കമാൺ ഇങ്ങോട്ട് നീക്കാൻ ചൂണ്ട. അപ്പോൾ ക്യാസ് തീറ്റക്ക് അവിടെ കേട്ടൊക്കെ ചൂണ്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നടുക്കി കൂടെ നമ്മുടെ കപ്പിത്താൻ വണ്ടി ലാൻഡ് ചെയ്യിപ്പിച്ചാൽ കേട്ടോ. തള്ളി പിടിച്ചോ, അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടി വന്നിട്ട് ഇടിക്കും. അതേണ്ട് പുള്ളി കരയിൽ നിന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വഞ്ചിയിൽ കയറുമ്പോൾ തന്നെ കാസ്റ്റ് ചെയ്യാനുള്ള റെഡിയിൽ നിൽക്കുകയാണ്. ഞങ്ങൾ മൂന്നൊരു യാത്രയിലാണ്ടാ. പെരിയാറിൻ്റെ വിരിമാറിൽ മാപ്പിള കേരള പൂന്തോപ്പിൽ അതേടാ കാക്കെന്ത് പണിയുണ്ടായിട്ട് ഇങ്ങോട്ട് പോകുന്നേ? പണിയുണ്ടായിട്ട് വർക്ക്ഷോപ്പിൽ പണിയുള്ള ഞങ്ങൾക്ക് എന്ന് പറയാൻ മറ്റേ ലീവാണ്. ആരെങ്കിലും ഒറ്റും നസീത്താരത്ത് പറഞ്ഞു കൊടുക്കും, പണി കിട്ടും. അപ്പൊ പഴയ അമ്മിപ്പുള്ളിയുണ്ടല്ലോ ചെറുത്, എടുത്തു വെച്ചേക്കാണ്. എന്നോടിയാതെ കൊലിച്ചിരിക്കും, അടിക്കും. പിന്നെ ഓ നമുക്കപ്പോ ആ തുഴ പോയത് കാരണമുണ്ടേ മോട്ടർ പൊക്കി വെച്ചേക്കാണ്. സാധനം ഒടിഞ്ഞു പോയത് കാരണമുണ്ട് എന്താ ബാല തുഴഞ്ഞോണ്ടിരുന്നത്. അവിടുന്ന് ഇക്ക ഓർക്കണേ അന്ന് ഞാൻ വെച്ചോണ്ടിങ്ങനെ ആ മൂലൊക്കെ പുല്ല് കയറി കിടന്ന് അടിച്ച് കുറച്ചു നിർത്തടാ. അപ്പുറത്തടിക്കാൻ നോക്കില്ല. ആ മരത്തിലപ്പുറം
ഓ അടി പൊട്ടിക്കില്ല അടിക്കില്ല. ടൈറ്റ് പിടിച്ചേ പൊട്ടില്ല ടൈറ്റ് പിടിച്ചേ. എൻ്റെ ഫ്രോഗ് വട്ടം കിടക്കാനുള്ള ഞാൻ അങ്ങനെ പിടിച്ചോട്ടാ. അങ്ങനെ തന്നെ കിട്ടാം അങ്ങനെ തന്നെ. ഒരുപാട് ടൈറ്റ് ആക്കല്ലേ ഇക്ബാല. മീഡിയം അങ്ങനെ നിന്നായിട്ടാ അങ്ങനെ തന്നെ നിന്നായിട്ടാ. ഒന്നും ചെയ്യില്ല ഏട്ടാ. ആദ്യം ആ കമ്മി സാധനമല്ലേ ഇല്ലാന്നേ. നീ മിണ്ടായി പോവാണി പോട്ടെ. നീ ആ ലെവലിൽ പിടിച്ചേ ലൂസാക്കായിരുന്നേ. ആ എന്തോരം പോണേ. ഇത് വല്ലാത്തൊരവസ്ഥയുണ്ട് നമ്മുടെ ലീഫ് എന്നിട്ട് ഇതിന്റെ പേര് എന്നിട്ടൊക്കെ പങ്കായല്ലല്ലോ. ആ സാധനം ഒടിഞ്ഞു പോയി. ആ വെങ്കായം ഒടിഞ്ഞു പോയിട്ടും നമ്മൾ മീനെ നമ്മൾ കേട്ടണ ഒരു രംഗമാണ് കാണുന്നത്. ആ പല്ല് വേണ്ടി അവിടെ ഇട്ടോ. അതാ അങ്ങനെ പിടി നല്ല അടിപൊളി മീൻ. അപ്പോൾ നമ്മൾ ഫ്രോഗ് നിൽക്കട അത് ലൂസ് ചെയ്ത് തരാം. നീ അങ്ങോട്ടേക്ക് വലിച്ചോ. ഉള്ളിലിട്ടിട്ട് ആ ഫ്രോഗ് ഊര്. അത് കഴിഞ്ഞിട്ട് ഊരി മതി സാവകാശം മതി. അപ്പോൾ നല്ല സാധനം കേട്ടോ ഇത്. നസീർക്ക ഈ സ്റ്റിക്ക് മോളിൽ കൂടെ എടുത്തിട്ട് അടിയിലേക്ക് എടുത്തേ ഏട്ടാ. നീ കൂടെ എടുത്തേ. ഓക്കെ ഊരിന്നേ ശരിയുണ്ട്. അവകാശികള് അതൊന്ന് കാണിക്കണോട്ടാ. ഇപ്പറൊക്കെ പക്കയാ. അപ്പൊ നമുക്ക് ഇക്ബാലിന് പൊളിപ്പൻ സാധനം കിട്ടിട്ടാ. നല്ല ചേരാണ്ടാ. റോഗിവാറിന്റെ എന്തുള്ളത്? റോഗിവാരിയുടെ കില്ലർ സ്റ്റിക്ക് ഒന്ന് മാറ്റി വെക്കട്ടെ അല്ലെങ്കിൽ ഒടിച്ചളി. കില്ലറാണ്. അപ്പൊ നല്ല റിസൾട്ട് സാധനം. കാണാതെ ഇവിടുന്ന് ഇങ്ങനെ പോണേ. അടിപ്പൻ സാധനം കേട്ടോ. വല ഒന്ന് പിടിച്ചടാ. പിടിച്ചോ. ചെറിയ ബ്രാൻഡ് പിടിക്കുന്ന വീഡിയോസൊക്കെ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മുടെ ഈ കായത്ത് അങ്ങനെയല്ല. അപ്പോൾ നല്ല മൊഞ്ചൻ ചേർത്താ അടിപ്പൻ ചേർ. ഇത് നോക്കി ഇപ്പോൾ കുലുക്കി പിടിച്ചപ്പോൾ വിട്ടു പോകാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സ്ട്രോങ് ഉക്കപ്പാർന്ന്. ഉള്ളിൽ അണ്ണാക്കിൻ്റെ അകത്ത് കയറിയിട്ടുള്ള നല്ല ഉക്കപ്പാർന്ന്. നല്ല അടിപ്പൻ മീൻ. ഏകദേശം എന്തുണ്ട് അവിടെ? 2.25 ഉണ്ടാവില്ലേ? 2.200 അതൊക്കെ ഉണ്ടാവും. നല്ല അടിപ്പൻ സാധനം. ഇനി എന്തെങ്കിലും ഇക്കാക്ക് പറയാനുണ്ടോ ഇതിനെ പറ്റി? പട്ടിണി എടുത്തിട്ട് ഓറഞ്ച് തിന്നൊന്നും പറയാട്ടോ. ഒരു മീനിനെ പോലും കിട്ടിയാലാ സ്ട്രൈക്ക് മാത്രമേ ഉള്ളൂ. പല്ല് കുറെ പറിച്ചു. അതിന് മുമ്പ് കുളിക്കിട്ട് നിർത്തിയോളാ. എല്ലാത്തിനും പല്ല് കണ്ടുകൊണ്ട് കളിച്ച് കേട്ടോ. അവകാശികൾ ഒരുപാടായിട്ടാ ഈ മീൻ പിടിച്ച് നിൽക്കുവാല്. അവകാശി വീഡിയോ ഒക്കെ വേണ്ടി. എന്തായാലും ഒരുപാട് ഇറങ്ങാറായിട്ട് മീൻ അടിച്ച് കയറിയത്. അത് നമ്മുടെ ഐഡിയ മീനെങ്ങാനും പോയായിരുന്നെങ്കിൽ അവന്റെ കടയിലെ ഫ്രോഗ് ഒക്കെ എങ്ങനെയാന്ന് പറയും. എല്ലാവരും അറിയാം. എന്താ അറിയാവുന്ന അറിയില്ല കട എടുത്തത്. അതിക്കറിയണ്ടെന്ന് ഉദ്ദേശിച്ചാ
ആ മീനാണോ അത് അത് കോലുവേ അയ്യോ അടിച്ച് അടിച്ചാണ് കൊണ്ടില്ല അടിച്ചിട്ടില്ല വെച്ചാ ചേരടാ